അതേസമയം PSCയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകുക എന്നുള്ളത് നടപ്പാവുന്ന കാര്യമല്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചത്. ട്രേഡ് യൂണിയൻ ശൈലിയല്ല ഈ സമരങ്ങളിൽ കാണുന്നത്. റാങ്ക് പട്ടികയുടെ വലിപ്പം കുറയ്ക്കാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. അത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടത്, എല്ലാ തലത്തിലും പരിശോധിക്കേണ്ടുന്ന പ്രശ്നമാണ്. PSC ഒരു സ്വതന്ത്ര സ്ഥാപനമാണല്ലോ. അപ്പോൾ PSC എടുക്കുന്ന ഈ നിലപാട് ആണ് കേരളത്തിൽ തുടരുന്നത്. ലിസ്റ്റിൽ പെട്ട എല്ലാവർക്കും ജോലി എന്ന ഒരു നില കേരളത്തിൽ ഒരു കാലത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ത്യ ആകെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുക. ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. അല്ല, റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട പ്രശ്നമാണ്, ചർച്ച ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അത് അവരും പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചത്?